മഹിയില്ലാത്ത തക്കം നോക്കി 5 പേരും ആലോചന തുടങ്ങി. നിധിയുടെ അച്ഛനെ പെട്ടെന്ന് തന്നെ വരുത്തി അങ്ങോട്ട്. ആദ്യം ഇയാൾ ശരിക്കും ഞെട്ടി. പിന്നെ സ്വാർത്ഥയായ ചിന്തയിൽ അയാളും അവരോടൊപ്പം കൂടി. ഇനിയാ അവളെ ഞാൻ ഈ പടിയിൽ ചവിട്ടിക്കില്ല. ശാരിയുടെ മുത്തശ്ശി അവളുടെ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ നാട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത്. അവള് കാരണം ഞങ്ങൾക്ക് പുറത്ത് ഇനി ഇറങ്ങാൻ പറ്റുമോ? അബിയെയും ശാരിയെയും പറ്റി ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു. ആളുകൾക്ക് വിശ്വസിക്കാൻ എളുപ്പമായിരുന്നു ആ കഥ. കാരണം പണ്ട് അങ്ങനെ പ്രണയിച്ച് നടന്നവരായിരുന്നു ഇരുവരും. മോളെ ശാലു, നിനക്ക് ഈ ഗതി വന്നല്ലോ. അവള് കാരണമാണ് ഇതെല്ലാം. അബിക്ക് ഒന്നും അറിയില്ല. ശാലു ഒന്നും മിണ്ടാതെ നിന്നു. കാരണം അവൾക്കും അത് വെറുതെ തള്ളിക്കളയാൻ സാധിച്ചില്ല. ഈ കുടുംബം മുടിപ്പിക്കാനുണ്ടായവൾ. മുത്തശ്ശി ശാരികയുടെ ആ വീട്ടിലുണ്ടായിരുന്ന സകല വസ്തുക്കളും മുറ്റത്തിട്ട് കത്തിച്ചു. അമ്മ അത് മരവിച്ച മനസ്സോടെ നോക്കിയിരുന്നു. അവർക്കിനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മുത്തശ്ശി ഇത് എന്താ ചെയ്യുന്നത്? ശാന്തി ബഹളം വച്ചു. മിണ്ടാതെ ഇരുന്നോ നീ. ഇനി അവളായി അവളുടെ ജീവിതമായി. നമുക്കിനി അവളായിട്ട് ഒരു ബന്ധവുമില്ല. സത്യം അറിയാതെ വെറുതെ. സത്യം അറിഞ്ഞില്ലേ? ഈ നാട് മുഴുവൻ ചർച്ച അതാണ്. അനിയത്തെ നിനക്കിനി ജയിലിൽ പോയി കാണാം. എന്തായാലും ഈ വീട്ടിൽ നിന്നും ആരും ഇനി അവളെ കാണില്ല. അങ്ങനെ കാണാൻ തോന്നുന്നവർ പൊയ്ക്കോണം. പിന്നെ ഇങ്ങോട്ട് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, എൻ്റെ മോൻ അബിയുടെ കാര്യം? ഇറങ്ങിക്കോണം നീയും നിന്റെ മോനും ഈ നിമിഷം. അവള് തനിയെ എന്തായാലും തെറ്റ് ചെയ്യില്ല. അവനും കൂടെ കാണും. അവനറിയാത്ത കാര്യമാണ്. അറിയാത്ത കാര്യം. എല്ലാം നിന്റെയൊക്കെ നാടകമായിരുന്നില്ലേ? ഗോപന്റെ മുന്നിൽ വെച്ച് ഓരോ സീൻ ഉണ്ടാക്കി നീ നിന്റെ മോന് പ്രൊമോഷൻ മേടിച്ചില്ലേടി? എനിക്ക് മനസ്സിലായി എല്ലാം. അവളുടെ കൂടെ ബുദ്ധിയായിരിക്കും. നല്ലൊരു ജീവിതം കിട്ടിയിട്ടും അവള് ചെയ്ത പല കാര്യങ്ങളും കൃത്യമായി തന്നെ തിരിച്ചു വരാൻ തുടങ്ങിയെന്ന് അബിയുടെ അമ്മയ്ക്ക് മനസ്സിലായി. അവൻ എന്തിയെ? നാട് വിട്ടോ? ഈ നാട്ടിലിനി അഭിമാനത്തോടെ അവന് ജീവിക്കാൻ പറ്റുമോടി? നാട്ടുകാർ വെറുതെ ഇരിക്കുവോ? അവര് കൂടി മുൻകൈയെടുത്ത കല്യാണമല്ലേ? മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എൻ്റെ വാ അടയ്ക്കാൻ നോക്കണ്ട ശാന്തി. ഞാൻ പറയും. അത്രയ്ക്കും നാണക്കേടാടി എനിക്ക്. ഭർത്താവില്ലാത്ത സമയം അവള് കാമുകന്റെ കൂടെ കണ്ടവരുണ്ടടി. അവിടുത്തെ ഡ്രൈവർ പറഞ്ഞല്ലോ അയാൾ കണ്ടിട്ടുണ്ടെന്ന്. ശശിധരൻ നേരിട്ട് കണ്ടു അവള് ഗോമതിയെ അടിച്ചിടുന്നത്. അവരൊക്കെ എന്തിന് കള്ളം പറയണം? അതിൻ്റെ ആവശ്യം എന്താ? ശാരിയോട് ചോദിക്കണം. ഒരു ശാരി പിഴച്ചവൾ. മുത്തശ്ശി വേണ്ട. ആ നശിച്ചവൾക്ക് വേണ്ടി നീ എന്നോട് തർക്കിക്കരുത്. പുലർച്ചെയായിരുന്നു ഗോപൻ എത്തിയത്. അവൻ വരുമ്പോൾ പറയാനുള്ളതെല്ലാം അവർ പഠിച്ചു വെച്ചിരുന്നു. വാതിലിന്റെ ഒരു ഭാഗത്തിലൂടെ അവൻ അകത്തേക്ക് നോക്കി. ഗോമതിയുടെ നില വളരെ ഗുരുതരമായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനാ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല. ഗോപാ. അച്ഛൻ അവന്റെ തോളിൽ തട്ടി. അയാൾ കഷ്ടപ്പെട്ട് സങ്കടം മുഖത്ത് വരുത്തി. ഇവൾ ഇങ്ങനെ ചെയ്തു കളയുമെന്ന് ഞാൻ കരുതിയില്ല. രക്ഷി, എന്റെ ശശിയുടെ കൺമുന്നിൽ വെച്ചാണ് അവൾ ഗോമതിയെ തല്ലിയത്. അവള് മുടിഞ്ഞു പോകും. മുത്തശ്ശി തലയിൽ ഇരു കൈകളും വെച്ചു. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ശാരി ആളാകെ മാറിയെന്ന്. പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞത് അത് അമ്മയ്ക്ക് തോന്നുന്നത് ആണെന്നാണ്. പക്ഷേ ശാരി ഇങ്ങനെ ചെയ്യുമെന്ന് നിധി അവളുടെ ഭാഗം പറഞ്ഞു. നാട്ടിലൊക്കെ ഓരോന്ന് നിന്നോട് പറയാൻ പോലും പറ്റില്ല. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ആ അബിയുടെ കൂടെ ഈ പെണ്ണ് കറങ്ങി നടക്കുന്നത്. അത് നിധിയുടെ അച്ഛനായിരുന്നു പറഞ്ഞത്. അത് ഈ നാട് മുഴുവൻ അറിയുന്ന കാര്യമാണ്. കല്യാണത്തിന് മുമ്പ് പ്രണയമില്ലാത്തവർ ചുരുക്കമാണ്. പക്ഷേ അത് കല്യാണം കഴിഞ്ഞിട്ടും. മുത്തശ്ശി വീണ്ടും പറഞ്ഞു. ഇന്നലെ മുതൽ അവള് വലിയ വിഷമത്തിലായിരുന്നു. ഞാൻ രാത്രി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ചെക്കനായിട്ട് അവൾക്ക് എന്തോ. ഞാനത് എങ്ങനെ പറയും മോനെ നിന്നോട്? ശശിധരൻ പാതിയിൽ നിർത്തി. സത്യം അവൻ അറിയണ്ടേ? അവൻ പല ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആരും അറിഞ്ഞില്ലെന്ന് മാത്രം. മുടിഞ്ഞവള് നിന്റെ തലയിൽ തന്നെ വന്നല്ലോ. എല്ലാവരും മാറി മാറി ഓരോന്ന് പറഞ്ഞെങ്കിലും അവന്റെ മുഖം അതൊന്നും വിശ്വസിച്ച മട്ടിലല്ലായിരുന്നു. നിനക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നല്ലോ. നീ വിശ്വസിക്കണ്ട. നിനക്ക് അവളെന്തോ നന്നായിട്ട് തന്നിട്ടുണ്ട്. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. ശാരിക ഇപ്പൊ എവിടെയുണ്ട്? അവൻ അതാണ് ആദ്യം ചോദിച്ചത്. മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഓടിപ്പോയാലോ? കൊലയാളി. നിന്റെ മുറിയിൽ മുഴുവൻ ചോരയാണ് മോനെ, ശാലിനി പറഞ്ഞു. ഗോപൻ ഒന്നും പറഞ്ഞില്ല. അവൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ഞാനും വരാം, ശശിധരൻ പറഞ്ഞു. അത് നന്നായി. ഗോപൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, മുത്തശ്ശി നിധിയോട് പതിയെ പറഞ്ഞു. ഗോപൻ അച്ഛൻ്റെ ഒപ്പം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിന്റെ മുമ്പിൽ മുഴുവൻ ആൾക്കൂട്ടമായിരുന്നു. ശശിധരന് ഒന്നും മനസ്സിലായില്ല. അയാളൊന്ന് പേടിച്ചു. കാറ് വന്നതും ആളുകൾ മാറി നിന്നു. വീട്ടിന്റെ മുമ്പിൽ അബിയും മഹിയും തമ്മിൽ നല്ലൊരു വഴക്ക് അരങ്ങേറിക്കൊണ്ടിരുന്നു. എടാ മഹി, ശശിധരൻ കാറിൽ നിന്നും ഓടിയിറങ്ങി. നിന്നെ ഞാൻ കൊല്ലും. ഇരുവരും തമ്മിൽ കയ്യാങ്കളി ഉയർത്തു. ഗോപനും അച്ഛനും ഇരുവരെയും പിടിച്ചു മാറ്റി. അച്ഛാ, ഇവൻ വീട്ടിൽ ആരുമില്ലെന്നറിഞ്ഞു അവളെ കാണാൻ വന്നതാണ്, അവൻ അലറി പറഞ്ഞു. അതേടാ അതെ. അബി അത് സമ്മതിച്ചു. ഇത് കേട്ടപ്പോൾ ഗോപന്റെ മുഖമൊന്ന് മാറി.
അവൻ അഭിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു. സത്യമാണ്, എനിക്കിനി അഭിനയിക്കാൻ വയ്യ. എനിക്ക് ശാരിയെ ഇഷ്ടമാണ്. എനിക്ക് അവളില്ലാതെ പറ്റില്ല, അഭി ഉറക്കെ പറഞ്ഞു. എനിക്കറിയാം ശാരികയെ, എല്ലാവരും വെറുതെ ഓരോന്ന് പറയണ്ട എന്നോട്. എന്നോട് ക്ഷമിക്ക് ഗോപ. ഞാനാണ് അവളെ വീണ്ടും. ശാരികയോട് നീ ക്ഷമിക്കണം. ക്ഷമിക്കാനോ? മഹി വീണ്ടും അടിക്കാൻ കൈയോങ്ങി. എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട്? അറിഞ്ഞുകൊണ്ടല്ല ശാരി അങ്ങനെ ചെയ്തത്, അഭി മുഖം താഴ്ത്തി പറഞ്ഞു. കഷ്ടം, അവൾ ഇങ്ങനെ ഒരുത്തി ആയിരുന്നോ? ഞങ്ങളുകൂടി കാരണമാണല്ലോ ഈ കല്യാണം. വെറുതെ വിടരുത് അവളെ. ഇനി ഞങ്ങൾ സാറിൻ്റെ കൂടെയാണ് സാറേ. ഇവളെ പോലീസിൽ പിടിച്ചു കൊടുക്കണം, നാട്ടുകാർ പരസ്പരം പറഞ്ഞു. ഗോപൻ നേരെ വീട്ടിലേക്ക് കയറി. ഹാളിലുണ്ടായിരുന്നു അവൾ. സോഫയിൽ തലയിൽ കൈവച്ചുകൊണ്ട് അവൾ ഇരുന്നു. പുറത്ത് പറഞ്ഞതൊക്കെ അവൾ കേട്ടിരുന്നു. പിന്നാലെ അവരും കയറി വന്നു. നീ എങ്ങനെ പുറത്തിറങ്ങി? ശശിധരൻ അമ്പരന്ന് നിന്നു. അവൻ വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ വന്നപ്പോൾ രണ്ടും കൂടി ഈ ഹാളിൽ. മഹി നിലത്തേക്ക് തുപ്പി. ഗോപൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ ആകെ തളർന്നിരുന്നു. ഞങ്ങൾ എവിടേക്കെങ്കിലും പോയി ജീവിച്ചോളാം, അവളെ ഒന്നും ചെയ്യരുത്. അറിയാതെയാണ് അവൾ നിന്റെ അമ്മയെ അടിച്ചത്, മനഃപൂർവ്വമല്ല. അഭി ഗോപന്റെ അടുത്തേക്ക് വന്നു. അവളുടെ വസ്ത്രത്തിൽ മുഴുവൻ രക്തമായിരുന്നു, ഒപ്പം അവളുടെ കൈകളിലും. എനിക്കൊന്നും അറിയില്ല, അവൾ അവനോട് പറഞ്ഞു. ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അവൾ. എനിക്കൊന്നും അറിയില്ല. എല്ലാവരും ചേർന്നാണ് അമ്മയെ. അവൾ അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പെരുങ്കള്ളി. ശശിധരൻ അവൾക്ക് നേരെ ചാടി. ചേട്ടൻ ചെന്ന് നിങ്ങളുടെ മുറി നോക്ക്. എൻ്റെ അമ്മയുടെ ചോര അവിടെ ഉണ്ട്. കൊല്ലും ഞാൻ ഇവളെ. നീ പറയ് ഗോപ, പോലീസിൽ അറിയിക്കണോ അതോ ഇവിടെ വെച്ച് കൊല്ലണോ ഇവളെ? ശശിധരൻ അവനെ നോക്കി. നിന്റെ ഫോൺ എന്തിയേ? ഗോപൻ അവളോട് ചോദിച്ചു. ഫോൺ സോഫയിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഫോൺ കാണാതെ പോയിരുന്നു. പിന്നെ എനിക്ക് ഇത് അഭിയാണ് കൊണ്ടുവന്ന് തന്നത്. നിന്റെ ഫോൺ എങ്ങനെ അവൻ്റെ കയ്യിൽ വന്നു? എനിക്കറിയില്ല. ഗോപൻ അഭിയെ നോക്കി. ശാരി തന്നെയാണ് അതെനിക്ക് തന്നത്. അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ തുറിച്ചു നോക്കി. ഞാനാണോ നിനക്ക് തന്നത് അഭി? നീ പുറത്ത് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്കറിയാം, എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയാണ്. ശേഷം അവൾ ഗോപനെ നോക്കി. നിങ്ങളും എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്. സത്യം എനിക്കറിയണം. ആര് പറയുന്നതാണ് ശരി? എല്ലാവരും നിന്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. നിധിയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് കുറ്റം എനിക്ക്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എന്താടി നീ പറഞ്ഞത്? മഹി എല്ലാവരും നിൽക്കെ പെട്ടെന്ന് തന്നെ ശാരികയുടെ മുഖത്ത് അടിക്കാൻ കൈ പൊക്കി. ഗോപൻ അത് തടഞ്ഞു. നിധിയെ പറഞ്ഞത് കേട്ടില്ലേ ചേട്ടൻ? എല്ലാം ചെയ്തിട്ട് പാവം എൻ്റെ നിധിയെ. അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ. കുറ്റം എൻ്റെ നിധിയുടെ തലയിൽ വെക്കാനാണെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. നിനക്ക് ഞങ്ങളെക്കാൾ വിശ്വാസമാണോ ഇവളെ? അച്ഛൻ കണ്ണുകൊണ്ട് കണ്ടതാടാ.